മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ചുണ്ടായ മരണത്തിൽ മലിനീകരണ ഉറവിടം കണ്ടെത്താനാകാതെ സർക്കാർ. വെള്ളത്തിൽ ഗുരുതരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടെന്നാണ് ലാബ് പരിശോധനാ റിപ്പോർട്ട്. മലിനജലം കുടിച്ച് നിരവധി പേർ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിലായിട്ടും എവിടെ നിന്നാണ് മലിനീകരണം ഉണ്ടായതെന്ന് കണ്ടെത്താനാകാതെയായിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ. പ്രദേശത്തെ വീടുകളിലെ ജലസാമ്പിളുകൾ ശേഖരിച്ച് വിശദ അന്വേഷണം നടത്തി. ഈക്കോളൈ, സാൽമണല്ല തുടങ്ങി ഗുരുതരമായ ബാക്ടീരിയകളുടെ അംശമാണ് വെള്ളത്തിലുള്ളതെന്ന് കണ്ടെത്തി. 200-ലധികം പേരാണ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളത്. 2 ദിവസത്തിനകം സമഗ്ര റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതിയും കേന്ദ്രവും മധ്യപ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം മരണസംഖ്യയിലെ അവ്യക്തത തുടരുകയാണ്. കൃത്യമായ മരണസംഖ്യ പുറത്തുവിടാത്തതിൽ ഭരണപക്ഷമായ BJPയിലും എതിർപ്പ്. നേരത്തെ പലതവണ പരാതി നൽകിയിട്ടും നഗരസഭയോ സർക്കാരോ വേണ്ട രീതിയിൽ ഇടപെടാത്തതിൽ അതൃപ്തിയും. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ ധനസഹായം കൈമാറി തുടങ്ങി. വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.